നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. തൃശൂരിൽ പുലികൾ ഇറങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസിലേക്ക്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോഗ്രാഫി വേണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഗുരുവായൂർ മേൽശാന്തിയെ തെരഞ്ഞെടുത്തു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ. തിരുവില്ലാമല വില്വാജിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം നാളെ. ചലച്ചിത്ര രംഗത്ത് മട്ടാഞ്ചേരി മാഫിയ എന്ന പദപ്രയോഗം സത്യമെന്ന് ഇപ്പോൾ തെളിഞ്ഞുവരികയാണ്. കെ സുരേന്ദ്രൻ. ഉരുൾപൊട്ടൽ കണക്ക് വാർത്ത സൃഷ്ടിച്ചത് BJP ഏജന്റുമാർ. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമം. മന്ത്രി PA മുഹമ്മദ് റിയാസ്. വാർത്തകൾ വിശദമായി. അമ്മ യോഗം നാളെയില്ല. പ്രചരിപ്പിക്കുന്ന വാർത്ത വ്യാജം. മലയാള ചലച്ചിത്ര താരങ്ങളുടെ കൂട്ടായ്മയായ അമ്മയുടെ യോഗം നാളെ മോഹൻലാൽ വിളിച്ചെന്ന വാർത്തകൾ തള്ളി അമ്മ നേതൃത്വം. മോഹൻലാൽ യോഗം വിളിച്ചിട്ടില്ലെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. വാർത്ത തെറ്റെന്ന് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളും സ്ഥിരീകരിച്ചു. ജനറൽ ബോഡി നയം തീരുമാനിക്കാൻ നാളെ അമ്മയുടെ അടിയന്തര യോഗം മോഹൻലാൽ വിളിച്ചുവെന്നായിരുന്നു പ്രചരിച്ച വാർത്ത. യോഗത്തിനായി ആലോചന പോലുമില്ലെന്നും സമീപഭാവിയിലും യോഗം നടത്താൻ തീരുമാനിച്ചിട്ടില്ലെന്നും അഡ്ഹോക് കമ്മിറ്റി അറിയിച്ചു. ചില ചാനലുകളുടെ വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകരുതെന്നും അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി പ്രതിനിധികൾ പ്രതികരിച്ചു. തൃശൂരിൽ ഇന്ന് പുലികൾ ഇറങ്ങും. ഇത്തവണ പുലിക്കളിക്കുള്ളത് 7 ടീമുകൾ. തൃശൂർ നഗരത്തിൽ പുലികളിറങ്ങി. രാവിലെ തന്നെ പുലിമടകളിൽ പുലിയൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പുലികൾ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായിരുന്നു. 7 പുലിക്കളി സംഘങ്ങളാണ് ഇക്കുറി തൃശൂർ നഗരത്തെ ഇളക്കിമറിച്ചത്. സീതാറാം മിൽ ദേശം പുലിക്കളി സംഘം, യുവജന സംഘം വിയ്യൂർ ദേശം പുലിക്കളി സംഘം, ശങ്കരൻകുളങ്ങര പുലിക്കളി സംഘം, കാനങ്ങാട്ടുകര പുലിക്കളി സംഘം, ചക്കാമുക്ക് ദേശം പുലിക്കളി സംഘം, പാട്ടുരായ്ക്കൽ പുലിക്കളി സംഘം എന്നീ 7 പുലിക്കളി സംഘങ്ങളാണ് താളമേളങ്ങളുടെ അകമ്പടിയോടെ നൃത്തച്ചുവടുകൾ വെച്ചത്. വൈകിട്ട് 5 മണിയോടെ പുലിക്കളിയുടെ ഫ്ലാഗ് ഓഫ് നടന്നു. റൗണ്ടിൽ പ്രവേശിച്ച പുലിക്കളി സംഘങ്ങൾ നടുവിലാലിൽ ചുവട്ടിലെ ഗണപതിക്ക് നാളികേരം ഉടച്ച് നഗരം പ്രദക്ഷിണം വെച്ചു. ഓരോ പുലിക്കളി സംഘത്തിനൊപ്പം നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നിരുന്നു. പുലിക്കളി കണ്ടാസ്വദിക്കാൻ വിദേശത്തു നിന്നടക്കമുള്ള ജനങ്ങൾ തൃശൂർ ടൗണിൽ എത്തിയിരുന്നു. 4 വയസ്സുള്ള കുട്ടിപ്പുലിയടക്കം പെൺപുലികളും ഏറെ ആകർഷകമായി. ആചാരാനുഷ്ഠാനങ്ങളോടെ അരമണിക്കുലുക്കി പുലികൾ പട്ടണം കീഴടക്കി. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷനിൽ ഞാനില്ല. വാർത്ത തള്ളി ലിജോ ജോസ് പെല്ലിശ്ശേരി. മലയാള സിനിമാ മേഖലയിലെ പുതിയ കൂട്ടായ്മ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ ഭാഗമല്ലെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ആഷിഖ് അബു ഉൾപ്പെടെയുള്ളവർക്കൊപ്പം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലിജോയുമുണ്ടാകുമെന്ന മാധ്യമ വാർത്തകളെ അദ്ദേഹം പൂർണ്ണമായി തള്ളി. പുതിയ കൂട്ടായ്മ എന്ന ആശയത്തോട് തനിക്ക് യോജിപ്പുണ്ടെങ്കിലും നിലവിൽ താൻ അതിന്റെ ഭാഗമല്ലെന്നാണ് ലിജോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. പുതിയ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന പക്ഷം ഔദ്യോഗിക അറിയിപ്പ് നൽകും. തന്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്തകൾ തന്റെ അറിവോടെയല്ലെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് പുറത്തിറക്കിയ സർക്കുലറിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പേരുമുണ്ടായിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ ഞാൻ നിലവിൽ ഭാഗമല്ല. ക്രിയാത്മകമായ ചലച്ചിത്ര സംവിധായക നിർമ്മാതാക്കളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിക്കുന്നു. അത്തരത്തിലൊന്നിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയൊരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ ഞാൻ ആഗ്രഹിക്കുന്ന പക്ഷം അതൊരു ഔദ്യോഗിക അറിയിപ്പായി എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതുവരെ എന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഒന്നും എന്റെ അറിവോടെയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മൊഴി നൽകിയ പലർക്കും കേസിന് താൽപര്യമില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇക്കാര്യം അറിയിച്ചു. മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ തങ്ങൾ നേരിട്ട ലൈംഗിക ചൂഷണത്തിന്റെ ദുരനുഭവങ്ങൾ പറഞ്ഞ പലർക്കും കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ല. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവർ സർക്കാർ ഈ കേസുകൾക്കായി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേസിൽ SITയുടെ മൊഴിയെടുപ്പ് തുടരുകയാണ്. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഭൂരിഭാഗം പേരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘം നേരിട്ടും ഓൺലൈനുമായാണ് മൊഴിയെടുക്കുന്നത്. തുടർ നിയമ നടപടികൾക്ക് താൽപര്യമില്ലെന്ന് പലരും അന്വേഷണ സംഘത്തെ അറിയിച്ചു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ മൊഴിയിൽ മിക്കവരും ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ നടപടികളിലേക്ക് കടക്കാനില്ലെന്നാണ് വിശദീകരണം. പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥരാണ് മൊഴിയെടുപ്പ് നടത്തുന്നത്.
ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരിട്ടിടപെടാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ 50 പേരുടെയും മൊഴി പ്രത്യേകം രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നത്. മലയാള ചലച്ചിത്ര മേഖലയിലെ 50 പേരാണ് കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെയാണ് റിപ്പോർട്ട് പരിശോധിച്ച് 50 പേരുടെയും മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ തുടർ വിമർശനങ്ങൾ ഒഴിവാക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഈ നീക്കം. അതേസമയം മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഹൈക്കോടതി നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഈ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US-ലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ 21 മുതൽ 23 വരെ US സന്ദർശിക്കും. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ് പ്രധാന അജണ്ട. US പ്രസിഡന്റ് ജോ ബൈഡനാണ് ഉച്ചകോടിയുടെ ആതിഥേയൻ. ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓരോ നേതാക്കളുമായുള്ള വ്യക്തിബന്ധം പ്രതിഫലിപ്പിക്കുന്നതിന് ബൈഡൻ തന്റെ ജന്മസ്ഥലമായ വിൽമിംഗ്ടണിലാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഉച്ചകോടിക്ക് ശേഷം മോദി ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 24,000 ഇന്ത്യൻ വംശജർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോദിയും US-ഉം ഒന്നിച്ച് മുന്നോട്ട് എന്ന ആശയത്തെ അധികരിച്ചാണ് ഈ കൂടിക്കാഴ്ച. US-ലെ പ്രമുഖ വ്യവസായ നേതാക്കളുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടർ, ബയോടെക്നോളജി മേഖലകളിലാണ് കൂടുതൽ സഹകരണം ലക്ഷ്യമിടുന്നത്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലും മോദി പ്രസംഗിക്കും. ഒരു ഇടവേള. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വാർത്തകൾ തുടരുന്നു. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ആയേക്കും. തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. ഇന്നു തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ. M കരുണാനിധി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മകൻ MK സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി പദത്തിലെത്തിയേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൽകിയിരുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ടാകും എന്നായിരുന്നു MK സ്റ്റാലിൻ്റെ പരാമർശം. അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. DMK പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം സംഭവിക്കുന്ന സാഹചര്യമുണ്ടാകും എന്നായിരുന്നു മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞത്. നേരത്തെ ഓഗസ്റ്റ് 22 മുമ്പ് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ജനുവരിയിലും സമാന രീതിയിൽ ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് വാദങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിലും സ്റ്റാലിൻ അതെല്ലാം തള്ളുകയായിരുന്നു. തമിഴ്നാട്ടിലേക്ക് നിക്ഷേപം തേടിയായിരുന്നു MK സ്റ്റാലിൻ്റെ US സന്ദർശനം. അമേരിക്കൻ സന്ദർശനം വൻ വിജയമായിരുന്നെന്നും 7618 കോടിയുടെ നിക്ഷേപം തമിഴ്നാട്ടിലേക്ക് എത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവിധ കമ്പനികളുമായി 7618 കോടി രൂപയുടെ ധാരണാപത്രം ഒപ്പിട്ടെന്നും ഇതിലൂടെ 11,516 പേർക്ക് നേരിട്ട് ജോലി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോഗ്രാഫി വേണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതിയുടെ ഉത്തരവ്. സെലിബ്രിറ്റികളെ അനുഗമിച്ചുകൊണ്ടുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. എന്നാൽ വിവാഹ ചടങ്ങുകൾക്കും മതപരമായ ചടങ്ങുകൾക്കും വീഡിയോഗ്രാഫി അനുവദിക്കും. ചിത്രകാരി ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചത് വിവാദമായിരുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഗുരുവായൂർ നടപ്പന്തൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ഗുരുവായൂർ ക്ഷേത്രനടയിൽ അടുത്തിടെ പരിധി വിട്ടുള്ള വീഡിയോ ചിത്രീകരണവും ഫോട്ടോ എടുക്കലും ഭക്തർക്കടക്കം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം നിലനിന്നിരുന്നു. ഇത് ഏറെ വിവാദമായി മാറിയ പശ്ചാത്തലത്തിലും കൂടിയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഭക്തർക്ക് തടസ്സമുണ്ടാകുന്ന ഒരു കാര്യവും പാടില്ല. ഇത്തരം വിഷയങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ശക്തമായ നടപടികൾ എടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ പോലീസിന്റെ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കി. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം നാളെ.
മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തിരുവില്വാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം നാളെ നടക്കും. കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരും വില്വാദ്രിനാഥനെ തൊഴുതു വണങ്ങാനും വാദ്യം സമർപ്പിക്കാനുമായി എത്തും. ആന ഉടമകൾ ആനകളെയും വില്വാദ്രിനാഥന് മുന്നിലെത്തിക്കും. പുലർച്ചെ അഷ്ടപതി, നാദസ്വരം, ശീവേലി എഴുന്നള്ളിപ്പ്, ഓട്ടൻതുള്ളൽ, കുനിശ്ശേരി അനിയന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, വൈകിട്ട് നിറമാല, വിളക്കുവെപ്പ്, തായമ്പക എന്നിവ നടക്കും. തിരുനാവായിയിൽ നിന്നും കൊണ്ടുവരുന്ന 10,000-ത്തിലധികം താമരപ്പൂക്കൾ കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ശ്രീകോവിലുകൾ അലങ്കരിക്കുന്നതും പ്രത്യേകതയാണ്. ഒരിടവേള കൂടി. ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈനിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. 3000 രൂപ മുതൽ 6000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റ് 6 പീസ് മഗ്സ്. 6000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള ഓരോ പർച്ചേസുകൾക്കും അയൺ ബോക്സ്. 10,000 മുതൽ 15,000 വരെയുള്ള പർച്ചേസുകൾക്ക് പ്രഷർ കുക്കർ. 15,000 മുതൽ 20,000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് നോൺ സ്റ്റിക് കുക്ക് വെയർ. 20,000 മുതൽ 25,000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഈസി കുക്ക് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഈ തകർപ്പൻ ഓണം ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ മാത്രം. ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടിയോടൊപ്പം. ബ്യൂട്ടി സിൽക്സ്. 18 വയസ്സിന് താഴെയുള്ളവർക്കായി ടീൻ ഇൻസ്റ്റ വരുന്നു. കൗമാരക്കാരുടെ അക്കൗണ്ടുകളിൽ കർശന നിയന്ത്രണം. പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താക്കളെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ സുരക്ഷാ നടപടിയുമായി ഇൻസ്റ്റഗ്രാം. 18 വയസ്സിൽ താഴെയുള്ള ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ ഇനി ടീൻ അക്കൗണ്ട് സെറ്റിംഗ്സിലേക്ക് മാറും. 13 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള ഉപഭോക്താക്കളെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക ആരോഗ്യ വെല്ലുവിളികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ടീൻ അക്കൗണ്ടുകൾ വരുന്നത്. ചെറിയ പ്രായത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർ ആരുമായൊക്കെ ആശയവിനിമയം നടത്തും, അനാവശ്യമായ കണ്ടന്റുകളിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള രക്ഷിതാക്കളുടെ ആശങ്ക തനിക്ക് മനസ്സിലാകുമെന്നാണ് ഇൻസ്റ്റ മേധാവി ആദം മൊസേരി പറഞ്ഞത്. ഗുഡ് മോർണിംഗ് അമേരിക്കയിലാണ് ആദം മൊസേരി ടീൻ ഇൻസ്റ്റ ലോഞ്ചിനെ പറ്റി പറഞ്ഞത്. ആർക്കൊക്കെ അക്കൗണ്ട് ഉടമയുമായി ആശയവിനിമയം നടത്താനാകും, എന്തൊക്കെ കണ്ടന്റുകൾ കാണാനാകും, എത്ര സമയം ഇൻസ്റ്റയിൽ ചെലവഴിക്കുന്നു എന്നീ വിവരങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും മാതാപിതാക്കൾക്ക് ലഭ്യമാകും. നിലവിലെ യൂസേഴ്സിൻ്റെ അക്കൗണ്ട് 60 ദിവസത്തിനകം ടീൻ അക്കൗണ്ടുകളായി മാറുമെന്നും മൊസേരി പറഞ്ഞു. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് അക്കൗണ്ട് സെറ്റിംഗ്സ് മാറണമെങ്കിൽ മാതാപിതാക്കളുടെ അനുമതി ആവശ്യമാണ്. ഇത് പ്രകാരം 13-നും 17-നും ഇടയിൽ പ്രായമുള്ളവർക്ക് തങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കേണ്ടി വരും. അപരിചിതർക്ക് ഈ പ്രൊഫൈലുകൾ കാണുന്നതും അവരുമായി ആശയവിനിമയം നടത്തുന്നതും ഇതോടെ ബുദ്ധിമുട്ടേറിയ കാര്യമാകും. സന്ദേശങ്ങൾ അയക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുള്ള അക്കൗണ്ടുകളായിരിക്കും ടീൻ അക്കൗണ്ടുകൾ. തങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളിൽ നിന്നുള്ള മെസ്സേജുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആവശ്യമില്ലാത്ത ഓൺലൈൻ വഴി ആളുകളുമായി ബന്ധപ്പെടുന്നത് തടയാൻ ഇതുവഴി സാധിക്കും. സെൻസിറ്റീവായ കണ്ടന്റുകൾക്കും നിയന്ത്രണമുണ്ടാകും. 18 വയസ്സിന് താഴെയുള്ള പുതിയതായി അക്കൗണ്ട് തുടങ്ങുന്നവരുടെയും നിലവിലുള്ള ഉപഭോക്താക്കളുടെയും അക്കൗണ്ടുകൾ അപ്ഡേറ്റ് എത്തുന്നതോടെ ടീൻ അക്കൗണ്ടായി മാറും. US-ലാണ് ഈ അപ്ഡേറ്റ് ആദ്യം നടപ്പിലാക്കുക. ശേഷം അടുത്ത 60 ദിവസങ്ങൾക്കുള്ളിൽ UK, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഈ അപ്ഡേറ്റ് അവതരിപ്പിച്ചേക്കും. കൂടുതൽ രാജ്യങ്ങളിലേക്ക് അപ്ഡേറ്റ് പിന്നീട് എത്തും. ചലച്ചിത്ര രംഗത്ത് മട്ടാഞ്ചേരി മാഫിയ എന്ന പദപ്രയോഗം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണെന്ന് കെ സുരേന്ദ്രൻ. ചലച്ചിത്ര രംഗത്ത് മട്ടാഞ്ചേരി മാഫിയ എന്ന പദപ്രയോഗം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ചലച്ചിത്ര മേഖലയെ വരുതിയിൽ നിർത്താൻ പലതരത്തിലുള്ള പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്നതും സത്യം. അടക്കി വാഴുന്നവരും അധോലോക സംഘവും തമ്മിലുള്ള തർക്കത്തിൽ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനുമാവില്ലെന്നും കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മയക്കുമരുന്ന് മാഫിയകളും അർബൻ നക്സലുകളും അരാജകവാദികളും അടക്കി വാഴുന്നിടത്ത് അവരെ ഒരു തരത്തിലും പിന്തുണയ്ക്കാനുമാവില്ല. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരൊക്കെ യാദൃശ്ചികമായി വന്നതാണെന്ന് കരുതാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നുമില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഗുരുവായൂർ മേൽശാന്തിയെ തെരഞ്ഞെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി വെള്ളർക്കാട് തോന്നല്ലൂർ പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ഉച്ചപൂജ കഴിഞ്ഞ തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിയാണ് നറുക്കെടുപ്പ് നടത്തിയത്. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി. 56 പേരാണ് അപേക്ഷകരായി ഉണ്ടായത്. ഇതിൽ 54 പേരെ തന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. ദേവസ്വം ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് 51 പേർ ഹാജരായി. ഇതിൽ നിന്നും യോഗ്യരായ 12 പേരെയാണ് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയത്. അച്ഛൻ പരമേശ്വരൻ നമ്പൂതിരി, പട്ടാമ്പി ആലമ്പള്ളി മനയിലെ സാവിത്രിയാണ് അമ്മ.
പുതിരുത്തി കിണറ്റുമറ്റമനയിലെ കൃഷ്ണശ്രീയാണ് ഭാര്യ. ആരാധ്യ, ഗുഗ്വേദ എന്നിവർ മക്കളാണ്. വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 17 വർഷമായി മേൽശാന്തിയാണ് ശ്രീജിത്ത് നമ്പൂതിരി. ബികോം ബിരുദധാരിയുമാണ്. മുത്തച്ഛൻ പരമേശ്വരൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാവിധികൾ സ്വായത്തമാക്കിയത്. തുടർന്ന് പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി, പഴയത്ത് സുമേഷ് നമ്പൂതിരി എന്നിവരുടെ കീഴിലും അഭ്യസിച്ചു. ആദ്യമായാണ് തൻ്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ ഗുരുവായൂരപ്പനെ സേവിക്കാൻ അർഹത നേടിയതെന്ന് ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു. 8ാമത്തെ തവണ അപേക്ഷിച്ചപ്പോഴാണ് ഭഗവാൻ കടാക്ഷിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ. നേതാക്കളുണ്ട്, കൂട്ടായ പ്രവർത്തനമില്ല. ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൊതുയോഗങ്ങൾക്ക് ഇവിടത്തെ നേതാക്കൾ മതിയായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വേണം. പിണറായി വിജയനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കരുതി ഇരിക്കരുത്. പണിയെടുത്താലേ ഭരണം കിട്ടൂ. സംസ്ഥാനത്ത് നിലവിൽ BJP CPIM ധാരണ ഒരുപാട് സ്ഥലത്തുണ്ടെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ സത്യം അറിയാമെന്നും മുരളീധരൻ പറഞ്ഞു. നേരത്തെ ഒരു പൊതുയോഗത്തിനോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോ കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി ഇവർ മതിയാകുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്ന സ്ഥിതിയാണ്. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്ന രീതിയും ഇന്ന് കോൺഗ്രസിലില്ല. ഒന്നിച്ചു നിൽക്കേണ്ട കാലമായതിനാൽ കൂടുതൽ പറയാനില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ NDA നേതാക്കൾ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ പോലീസിൽ പരാതി നൽകി. രാഹുൽ ഗാന്ധിക്കെതിരെ NDA നേതാക്കൾ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ഡൽഹിയിലെ തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകി. BJP നേതാവ് തർവീന്ദർ സിംഗ്, ശിവസേന ഷിൻഡെ വിഭാഗം MLA സഞ്ജയ് ഗെയ്ക്വാദ്, കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു, ഉത്തർപ്രദേശ് മന്ത്രി രഘുരാജ് സിംഗ് എന്നിവർക്കെതിരെയാണ് പരാതി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുലിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുകയെന്ന ലക്ഷ്യം വെച്ചുള്ളതാണ് പരാമർശങ്ങളെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നമ്പർ 1 ഭീകരവാദി എന്ന പരാമർശമാണ് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു നടത്തിയത്. തർവീന്ദർ സിംഗ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്നാണ് പറഞ്ഞത്. നന്നായി പെരുമാറിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ ഗതിയുണ്ടാകുമെന്നായിരുന്നു തർവീന്ദർ സിംഗിന്റെ പ്രസ്താവന. രാഹുലിന്റെ നാവ് അരിയുന്നവർക്ക് 11 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു സഞ്ജയ് ഗെയ്ക്വാദിന്റെ പ്രഖ്യാപനം. ഉരുൾപൊട്ടൽ കണക്ക് വാർത്ത സൃഷ്ടിച്ചത് BJP ഏജന്റുമാർ. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമം. മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കണക്ക് വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. വാർത്ത സൃഷ്ടിച്ചത് BJP ഏജന്റുമാരാണെന്നും മാധ്യമപ്രവർത്തകരിൽ BJP ഏജന്റുമാർ ഉണ്ടെന്നും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കേന്ദ്ര സഹായം മുടക്കാൻ ശ്രമിക്കുന്നുവെന്നും മറ്റിടങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ സ്വീകരിച്ച അതേ മാനദണ്ഡങ്ങളാണ് കേരളവും പാലിച്ചത്. വയനാട് ദുരന്തത്തിൽ കേരള സർക്കാർ ആവശ്യപ്പെട്ട ധനസഹായത്തിന് പ്രധാനമന്ത്രി പോസിറ്റീവായാണ് പ്രതികരിച്ചത്. കേരളത്തിന് കിട്ടേണ്ടത് ഔദാര്യമല്ല, അവകാശമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ADGP അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയല്ലെന്നും വേണ്ട സമയത്ത് അതുണ്ടാകുമെന്നും റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി. മിണ്ടേണ്ട സമയത്ത് മുഖ്യമന്ത്രി മിണ്ടുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ പുലികളിറങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US-ലേക്ക്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോഗ്രാഫി വേണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഗുരുവായൂർ മേൽശാന്തിയെ തെരഞ്ഞെടുത്തു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ. തിരുവില്ലാമല വില്വാജിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം നാളെ. ചലച്ചിത്ര രംഗത്ത് മട്ടാഞ്ചേരി മാഫിയ എന്ന പദപ്രയോഗം സത്യമെന്ന് ഇപ്പോൾ തെളിഞ്ഞുവരികയാണ്. കെ സുരേന്ദ്രൻ. ഉരുൾപൊട്ടൽ കണക്ക് വാർത്ത സൃഷ്ടിച്ചത് BJP ഏജന്റുമാർ. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമം. മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.